അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം, ഈജിപ്ത് യാത്രയുടെ മൂന്നാമത്തെ ദിവസം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൈറോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലൈമറ്റിലാണ്. ഞങ്ങൾ അലക്സാൻഡ്രിയ ഗവർണറേറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രവേശിച്ച ഉടനെ ടോൾ ഗേറ്റിനപ്പുറത്ത് ഒന്ന് കാണിച്ചു കൊടുക്കുക. ടോൾ ഗേറ്റിനപ്പുറത്തുള്ള ചായക്കടയിൽ കട്ടൻ ചായ കുടിക്കുകയായിരുന്നു ഞങ്ങൾ. കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സ്പെഷ്യൽ ടീ. ഓക്കെ. പക്ഷേ എന്നെ ഇപ്പോഴും കൗതുകപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് ഇത്ര മനോഹരമായിട്ടുള്ള ക്ലൈമറ്റ്. നമ്മുടെ കൂട്ടത്തിൽ അത് പറയാൻ പറ്റുന്ന പ്രഗത്ഭനായ കേരളത്തിൽ ഇങ്ങോളം ഉടനീളം ഹെറിറ്റേജ് വാക്കുകളും പ്രകൃതി ക്യാമ്പുകളും ഒക്കെ നടത്തിയ സദസ്സിനെ വെറുപ്പിച്ചിട്ടില്ല, സദസ്സിനെ ഉൾപ്പുളകിത രോമാഞ്ച കുഞ്ചിതരാക്കുന്ന ഹാമിദ് അലി വാഴക്ക് മഞ്ഞന്നെ. എന്റെ ഒരു അഭിപ്രായത്തിലേ നിങ്ങൾ അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും തർക്കം ഉണ്ടാവില്ല. പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥ മാറ്റം എന്തുകൊണ്ടാണെന്നൊരു എല്ലാ ടീമങ്ങൾക്കും ഒരു സംശയമുണ്ട്. കാരണം നമ്മൾ ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു. അതായത് കൈറോ സിറ്റി നമ്മൾ 200 കിലോമീറ്ററിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷേ 200-250 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴേക്ക് നമ്മൾ മെഡിറ്ററേനിയൻ തീരത്തെത്തി. അതാണ് വ്യത്യാസത്തിൻ്റെ കാരണം. കൈറോ ഒരു ഡെസേർട്ടിലാണ്, സഹാറ ഡെസേർട്ടിലാണെങ്കിൽ നൈലിൻ്റെ റിയൽ ഡെൽറ്റയാണ് ഈ അലക്സാൻഡ്രിയ. ഒരു 45 സ്ക്വയർ കിലോമീറ്ററിലൊക്കെ അലക്സാൻഡ്രിയ കടലിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ പ്രൊജക്റ്റ് ചെയ്ത സ്ഥലങ്ങളാണ് ലോകത്തെ പ്രധാന തുറമുഖങ്ങളെല്ലാം. ഇപ്പോൾ ലിസ്ബൺ ആവട്ടെ, അങ്ങനെ ലോകോത്തര തുറമുഖങ്ങളെല്ലാം കടലിലേക്ക് തള്ളിയിരിക്കും. നമ്മൾ സ്പെയിൻ്റെ ഒക്കെ ഇത് നോക്കുന്നുണ്ട്. ലോകം മുഴുവനും കടലാധിപത്യം ഉണ്ടാക്കിയ സ്പെയിനിലാണ്. ഹെൻറി ദി നാവിഗേറ്റർ എന്നാണ് സ്പെയിനിലെ രാജാവ്. അയാളുടെ പേരെന്നാണ് ഹെൻറി നാവിഗേറ്ററിന് പേരിട്ടുണ്ട്. അവരാണ് ഈ ബർത്തലോമയുടെ വാസ്കോ ഡ ഗാമയിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലങ്ങൾ പൊതുവായിട്ട് വളരെ ഭംഗിയിലും അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും മികച്ച ടൗണുകളായിരിക്കും. ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ടൗണുകളിലൊന്ന് ഈ കൈറോ കഴിഞ്ഞാൽ ഇത് അലക്സാൻഡ്രിയ. അപ്പോൾ ക്ലൈമറ്റാണല്ലോ വിഷയം. ക്ലൈമറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മേലോട്ട് ഭൂമിനെ എങ്ങനെ നമ്മൾ ആ ഭൂമധ്യരേഖയിൽ നിന്ന് നമ്മൾ മേലോട്ട് വന്ന് 23.5 ഡിഗ്രി വരെ ഉള്ളൂ സൂര്യൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ തലക്ക് നേരെ വെക്കുന്നത്. പിന്നെ അതിനെ മേലോട്ട് കയറുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്പോൾ അറബ് അതുപോലെ സഹാറ ഡെസേർട്ടിൻ്റെ ഒക്കെ മേലോട്ട് നമ്മൾ എത്ര കിലോമീറ്റർ കയറുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഏപ്രിലൊക്കെ തണുപ്പായിരിക്കും. ഇവിടേക്ക് ഇനി ചൂട് വരണമെങ്കിൽ ജൂൺ ആവണം. അതായത് സൂര്യന് 23.5 ഡിഗ്രിൻ്റെ നേരെ മേലെത്തുമ്പോഴേ ജൂൺ വരുമ്പോഴേ മാത്രമാണ് യൂറോപ്പിന് സമ്മർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ വേൾഡ് കപ്പ്, അവരുടെ ഒളിമ്പിക്സ്, അവർ നടത്തുന്ന എന്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ അവർ ജൂൺ ജൂലൈ സമ്മർ ആയിരിക്കും. കാരണം അവർക്ക് വിൻ്റർ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സമ്മറിൽ എത്തിയിട്ടില്ല. ഞാൻ വെച്ചാൽ കൈറോയിൽ നമ്മൾ സമ്മറിലെത്തി. അപ്പോൾ നമ്മൾ 300 കിലോമീറ്റർ മേലോട്ട് കയറുമ്പോൾ നമ്മൾ കുറേ കൂടി വിൻ്റർ മൂഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ സമ്മർ ആവണമെങ്കിൽ ഒരു മാസം കൂടിയൊക്കെ കഴിയേണ്ടി വരും. അപ്പോൾ നമ്മൾ വെറും 24 മണിക്കൂറൊന്നും എടുക്കാതെ, അതായത് 2 മണിക്കൂർ എടുത്തിട്ട് 200 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴേക്ക് നമ്മളൊരു പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ആൾട്ടിറ്റ്യൂഡല്ല ഇവിടെ മാറ്റത്തിൻ്റെ കാരണം. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാവരും സംശയമുണ്ട്, ഊട്ടി പോയാൽ പെട്ടെന്ന് തന്നെ തണുത്തില്ലേ, മൂന്നാറിൽ തണുത്തില്ലേ, കൊടൈ തണുത്തില്ലേ. അത് ആൾട്ടിറ്റ്യൂഡ് കൂടിയതുകൊണ്ടുള്ള ഇഷ്യൂ തന്നെ തണുപ്പാണ് വന്നത്. പക്ഷെ ഇത് നമ്മൾ ഈ ലോങ്റ്റിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ലോങ്റ്റിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം. ലാറ്റിറ്റ്യൂഡാണ് നമ്മളിപ്പോൾ കയറി മേലോട്ട്, അതായത് അക്ഷാംശം രേഖാംശം എന്ന് പറയാമല്ലോ മലയാളത്തിൽ. ഇതൊക്കെ കാര്യത്തിലാണ്. ഇതാണ് അക്ഷാംശവും രേഖാംശവുമാണ് ഈ ഭൂമിയുടെ സമയങ്ങളെ അതുപോലെ തന്നെ ഋതുക്കളെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഋതു സീസൺ എന്ന് പറയുന്നത് ഈ ശരിക്കും ഭൂമിക്ക് കുറുകെയുള്ള വരകളാണ്. അപ്പോൾ ഓരോ വര മേലോട്ട് കയറുന്തോറും നമ്മുടെ സീസണിൽ വ്യത്യാസം വരും. താഴേക്ക് ഇറങ്ങുമ്പോൾ സീസണിൽ വ്യത്യാസം. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റ് കിട്ടുന്നതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ല പറയാം. ഇങ്ങനെ വരെ അതല്ല, ലോങ്റ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ്. കുത്തനല്ല ലോങ്റ്റിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ അക്ഷാംശം, മറ്റത് രേഖാംശങ്ങൾ സമയരേഖകളാണ്. ഗ്രീനിച്ച് ഇങ്ങനെ പോകും. ഇത് പറയുന്നത് നമ്മളുടെ സൂര്യൻ്റെ അയനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൂമി 0-23 ഡിഗ്രി നോർത്തിലേക്കുള്ള ആ സൂര്യൻ്റെ സഞ്ചാരത്തിലാണ് ഇപ്പോൾ സൂര്യനുള്ളത്. സൂര്യൻ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തലക്ക് മേലെ സൂര്യൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നേലുണ്ടാവും ഈ സമയങ്ങളിൽ. ചൂട് കഴിഞ്ഞാൽ നേലുണ്ടാവില്ല. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ നേലുണ്ടാവില്ല ഈ ഒരു ഏപ്രിൽ മാസം. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പീക്ക് സമ്മർ ഈ ഏപ്രിലായിരിക്കും, മഴ പെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കടലിൻ്റെ സാന്നിധ്യമാണ്. മെഡിറ്ററേനിയൻ സീ പൊതുവായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. കാരണം മെഡിറ്ററേനിയൻ സീ യൂറോപ്യൻ സീ ആണ്. പിന്നെ റോമ സാമ്രാജ്യത്തിൻ്റെ ഹേർട്ടാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. അപ്പോൾ റോമിൻ്റെ അല്ലെങ്കിൽ ഇറ്റലി തന്നെ സെൻട്രലുണ്ടല്ലോ. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഉള്ള തണുത്ത കാറ്റുകൾ, അപ്പോൾ തണുത്ത കാറ്റുകൾ മെഡിറ്ററേനിയനിലുണ്ട്. ഇപ്പം നേരെ മറിച്ച് അറേബ്യൻ സീ ഇപ്പോൾ തണുത്ത കാറ്റല്ല ഉള്ളത്. അറേബ്യൻ സീ സഹാറ ഡെസേർട്ടിലെയും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചുടുകാറ്റുകളെയാണ് കൊണ്ടുവരുന്നത്. ഇനി അത് തണുത്ത് വരണമെങ്കിൽ മൺസൂൺ വരണം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ തണുത്ത കാറ്റുകളുണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ ഉത്തരദേശത്തു നിന്നുള്ള വിൻഡുകളും
ദക്ഷിണേഷ്യയിലെ വിൻഡുകളും ഇങ്ങനെ കുറേ വിൻഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. വാണിജ്യ വാതകങ്ങൾ, ട്രേഡ് വിൻസുകളുണ്ട്, അതുപോലെ തന്നെ സീസണൽ വിൻസുകളുണ്ട്. ഇതൊക്കെ കാലാവസ്ഥയും സ്വാധീനിക്കുന്നു. അപ്പം അതുമാണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പം ആ മെഡിറ്ററേനിയൻ സീയിലുള്ള തണുത്ത കാറ്റുകളും പിന്നെ കുറച്ചുകൂടി മേലോട്ടുള്ളതിൻ്റെ സാന്നിധ്യവും ആണ് ഇപ്പം നമുക്ക് കിട്ടുന്ന പെട്ടെന്നുള്ള ചേഞ്ച്. ഇന്നലെ നമ്മൾ ഹൊറിബിൾ ആയിരുന്നു, ഇത് നമ്മൾ നമ്മൾ ഈ കാലാവസ്ഥ തന്നെ